നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്, പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ ഇത്. മിനി ഊട്ടിയാണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിനും കൊണ്ടോട്ടിക്കും ഇടയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് അരിമ്പ്ര ഹിൽസ്. ഈ അരിമ്പ്ര ഹിൽസിനെയാണ് മിനി ഊട്ടി എന്ന് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 445 മീറ്റർ ഉയരത്തിലാട്ടോ ഈ മിനി ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം കാണാൻ കുറച്ച് മലയും ചെറിയൊരു ഹെയർ പിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മഴയ്ക്കൊന്ന് വിട്ടിട്ട് ആ നല്ലൊരു ഗ്രീനിഷുള്ള സമയത്ത് തന്നെ വരികയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് സന്ദർശകർ വരുന്ന സ്ഥലമാണിത്. റോഡ് ഇങ്ങനെ പോകുമ്പോൾ ഡൗട്ടായിരുന്നു, ഇതിലൂടെ തന്നെയാണോ പോകുന്നതെന്ന്. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിക്കാനുണ്ടല്ലോ. മിനി ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. കാണാൻ നല്ല അടിപൊളി കേട്ടോ. ഗ്രീനിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ വണ്ടി കുറച്ച് വിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുക കേട്ടോ ചെയ്തത്. ഇത് കണ്ടില്ലേ, നല്ല ഹിൽസ് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. പിന്നെ നടന്നു പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ സാൾട്ടഡ് ഐറ്റംസ്, അതേപോലെ തന്നെ ഒരുപാട് എണ്ണക്കടികൾ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊരു വീക്ക്നെസ് കൂടെയാണല്ലോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് കേട്ടോ. ആദ്യമേ പറയാം, നല്ല റഷായിരിക്കും. നമ്മൾക്ക് ഭയങ്കര കാംനെസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഏരിയയിലോട്ട് വരാതിരിക്കുകയായിരിക്കും ബെറ്റർ. മിസ്സി ലാൻഡ് എന്ന നാച്ചുറൽ പാർക്കാണ് ഇവിടെ. ഈ പാർക്കിലോട്ട് എൻട്രി ഫീസ് ഉണ്ട്, 20 രൂപ എൻട്രി ഫീസാണ്. പിന്നെ കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേറെ ഫീ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനും എൻട്രി ഫീ ഉണ്ട് കേട്ടോ. നമ്മുടെ മിനി ഊട്ടി എന്നുള്ള ഒരു ഇതൊക്കെ ഫോട്ടോ സെഷനൊക്കെ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയാണ് നല്ല റഷ് ഉള്ളത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെ നടന്നു പോകുന്നത് പേടിയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. നമുക്കൊക്കെ പിന്നെ ധൈര്യമുള്ളത് കൊണ്ടേ പ്രശ്നമില്ല. ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു സമയത്ത് കുറച്ച് പേർക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പറ്റിയത്. ഇവിടെ തന്നെ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഒരുപാട് കാണാനൊന്നുമില്ല. ഒരു ദിവസത്തോട്ട് വേണ്ടിയിട്ട് ഒരു മിനി ഊട്ടി ട്രിപ്പ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാനൊന്നുമില്ല. എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഇവിടെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ബേർഡ്സ് ഉണ്ട്. മിനി ഊട്ടിയിലെ പെറ്റ്സ് പാർക്കാണ് ഇവിടെ. പെറ്റ്സ് പാർക്കിലോട്ട് നമുക്ക് എൻട്രി ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പെറ്റ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹോളിഡേയിലാണ് വന്നത്. വർക്കിംഗ് ഡേയിലാണെങ്കിൽ നമുക്ക് പെറ്റ്സിനെയൊക്കെ കൂടിൻ്റെ അകത്തോട്ടൊക്കെ കയറി നിന്ന് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുക്കാം കേട്ടോ. ഇതും റഷില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി എടുക്കാം. കുറേ പേരൊക്കെ കൂടിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ചോദിച്ച സമയത്ത് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ വരികയാണ് എങ്കിൽ പെറ്റ്സിനെയൊക്കെ നമുക്ക് ഈ ബേർഡ്സിനെയൊക്കെ കളക്ട് ചെയ്യാൻ കൂടെ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒരു വർക്കിംഗ് ഡേയിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇണങ്ങിയ പെറ്റ്സിനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മിനി ഊട്ടി ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഇനി ഇരുട്ടാകുന്നതിന് മുൻപേ ഈ ഹിൽസ് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, മിനി ഊട്ടി ഒക്കെ ഇഷ്ടമായോ? ഒരു നാച്ചുറൽ ഭംഗി ആസ്വദിക്കുന്നവർക്ക് മിനി ഊട്ടി നല്ലൊരു ചോയ്സാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ തിരക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് ബെസ്റ്റ് ഹോളിഡേയ്സ് സെലക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.